ഇന്ന് ജൂലൈ 4 നിങ്ങൾ പ്രേക്ഷകർക്ക് അറിയേണ്ട സിനിമകളുടെ ഉൾപ്പെടെ 9 OTT റിലീസ് അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യത്തേത് മലയാളത്തിൽ നിന്നുള്ള മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. നിവിൻ പോളി നായകനെത്തിയ സിനിമ ജൂലൈ 5 സോണി ലിവിലൂടെ റിലീസ് ചെയ്യുമെന്നാണ് സോണി ലിവ് നേരത്തെ അറിയിച്ചതെങ്കിലും ഇന്ന് ജൂലൈ 4 വൈകിട്ട് 7 മണിക്ക് മുന്നേ തന്നെ സിനിമ സോണി ലിവിൽ സ്ട്രീം ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ മുതൽ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമ OTTയിൽ കാണാം. മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി, ബംഗാളി, മറാത്തി ഉൾപ്പെടെയുള്ള ഭാഷകളിലാണ് മലയാളി ഫ്രം ഇന്ത്യ സോണി ലിവിൽ സ്ട്രീം ചെയ്തിരിക്കുന്നത്. ഈ ആഴ്ചയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഇന്ത്യൻ സീരീസാണ് മിർസാപൂറിന്റെ 3ാമത്തെ സീസൺ ഇന്ന് അർദ്ധരാത്രി 12 മണിയോടെ ജൂലൈ 5 OTT റിലീസ് ചെയ്യുകയാണ്. ആമസോൺ പ്രൈമിലൂടെയാണ് OTT റിലീസ് ചെയ്യുന്നത്. ഹിന്ദി ഭാഷയിലായിരിക്കും സീരീസ് ലഭ്യമാകുക. ഇന്ന് OTT റിലീസ് ചെയ്ത ഏറ്റവും പുതിയ തെലുഗു സിനിമയാണ് മാർക്കറ്റ് മഹാലക്ഷ്മി. ചിത്രം തെലുഗു ഭാഷയിൽ മാത്രം തെലുഗു OTT പ്ലാറ്റ്ഫോമായ ആഹാ തെലുഗു OTT പ്ലാറ്റ്ഫോമിലൂടെയാണ് OTT റിലീസ് ചെയ്തിരിക്കുന്നത്. വീഡിയോയിലെ 4ാമത്തെ അപ്ഡേറ്റ് ഹര എന്നൊരു തമിഴ് സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ആഹാ തമിഴ് OTT പ്ലാറ്റ്ഫോമിലൂടെ ജൂലൈ 5 മുതൽ സിനിമ OTT റിലീസ് ചെയ്യുന്നതാണ്. ഈ ആഴ്ച OTT റിലീസ് ചെയ്യുമെന്ന് ഉറപ്പാക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ബോളിവുഡ് സിനിമയാണ് ശ്രീകാന്ത്. നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ രാജ്കുമാർ റാവു നായകനെ എത്തിയ ശ്രീകാന്ത് എന്ന സിനിമ ജൂലൈ 5 മുതൽ, അതായത് ഇന്ന് രാത്രി 12 മണി മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീം ചെയ്യുന്നതാണ്. ഹിന്ദി ഭാഷയിലായിരിക്കും സിനിമയുടെ OTT റിലീസ്. വീഡിയോയിൽ അടുത്തൊരു അപ്ഡേറ്റും ഒരു ഹിന്ദി സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. ആമസോണിലൂടെ OTT റിലീസ് ചെയ്ത മിനി TV സീരീസ് ആണ് ക്രൈം സർജിക്കൽ. സീരീസിന്റെ 3ാമത്തെ സീസണാണ് ഇപ്പോൾ OTT റിലീസ് ചെയ്തിരിക്കുന്നത്. ജിയോ സിനിമയിലൂടെ ലഭ്യമായ മറ്റൊരു OTT ഹിന്ദി കണ്ടന്റ് ആണ് പ്രൈം ടൈം വിത്ത് ദ മൂർത്തീസ്. ഇപ്പോൾ ജിയോ സിനിമാസ് OTT പ്ലാറ്റ്ഫോമിൽ ഈ കണ്ടന്റ് ലഭ്യമാണ്. ആഴ്ചകൾക്ക് മുന്നേ നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസ് ചെയ്ത തെലുഗു സിനിമ ഗാങ്സ് ഓഫ് ഗോദാവരി എന്ന സിനിമ കൂടി രാത്രി മുതൽ ജിയോ സിനിമയിലൂടെ ഹിന്ദി ഭാഷയിൽ ലഭ്യമാകുന്നതാണ്. വീഡിയോയിൽ അവസാനത്തെ അപ്ഡേറ്റ് ഒരുപാട് പ്രേക്ഷകർക്ക് അറിയേണ്ട കൽക്കി എന്ന സിനിമയുടെ OTT അപ്ഡേറ്റ് ആണ്. പ്രഭാസ്, അമിതാഭ് ബച്ചൻ, ദീപിക പദുക്കോൺ തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തിയ പാൻ ഇന്ത്യൻ സിനിമ കൽക്കിയുടെ OTT അവകാശങ്ങൾ 2 പ്രധാനപ്പെട്ട ഇന്ത്യൻ OTT പ്ലാറ്റ്ഫോംസ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. അത് ആമസോൺ പ്രൈമും നെറ്റ്ഫ്ലിക്സുമാണ്. നെറ്റ്ഫ്ലിക്സ് ഹിന്ദി പതിപ്പ് മാത്രമാണ് സ്വന്തമാക്കിയതെങ്കിൽ ആമസോൺ പ്രൈമിലൂടെ ആയിരിക്കും സിനിമയുടെ മലയാളം, തമിഴ്, തെലുഗു, കന്നഡ പതിപ്പുകൾ പുറത്തുവരിക. കൽക്കിയുടെ ആമസോൺ പ്രൈമിലൂടെയുള്ള OTT റിലീസ് അടുത്ത മാസം ഓഗസ്റ്റ് മാസം തന്നെയായിരിക്കും. സ്വാതന്ത്ര്യദിനം പ്രമാണിച്ച് OTT റിലീസ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഹിന്ദി പതിപ്പ് തിയേറ്ററുകളിലേക്ക് എത്തി 8 ആഴ്ചകൾക്ക് ശേഷം മാത്രമായിരിക്കും നെറ്റ്ഫ്ലിക്സിന്റെ OTT റിലീസ് വൈകുമെന്നർത്ഥം. അപ്പോൾ കാത്തിരിക്കാം ആമസോൺ പ്രൈമിന്റെ മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിലെ കൽക്കി OTT റിലീസിനായിട്ട്.